ഹലോ നമസ്കാരം. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ദ മോസ്റ്റ് ഫേമസ് ഫുഡ് എമംഗ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്. ഞാൻ ജർമ്മനി വന്നതിന് ശേഷം ആദ്യമായിട്ട് കറി വെക്കാൻ പഠിച്ച ഒരു സംഭവമുണ്ട്. ഈ ക്യാൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ട്യൂണ. ആക്ച്വലി ഇതാണ് ഞാൻ ഒറ്റയ്ക്കായപ്പോൾ എന്നെ ഒരുപാട് ദിവസം സർവൈവ് ചെയ്യാനായിട്ട് സഹായിച്ച സംഭവം. ഇത് സാധനം എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. സവോളയിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. ഇന്ന് വെക്കാൻ പോകുന്നത് ഞാൻ ആദ്യം വെച്ചതുപോലൊക്കെ തന്നെയാണ്. അതായത് തക്കാളിയൊന്നും ഇല്ലാതെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം ഇട്ടിട്ട് പിന്നെ ട്യൂണയും. ഇഞ്ചി റെഡി. ഇനി ഞാൻ വെളുത്തുള്ളി എടുക്കണം. നമുക്ക് ട്യൂണ വെക്കാനായിട്ട് ഈ പാത്രം എടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് സോണ്ടൻ ബ്ലൂമൻ ഓയിലാണ്. അപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടായി ഒന്ന് നോക്കാനായിട്ട് ഞാൻ ഒരു കടുകുമണി ഇടും. പെടുന്നുണ്ടല്ലേ? സോ കുറച്ചിടാം. പക്ഷെ എണ്ണ ഇച്ചിരി കൂടിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല. ഇനി ഇവിടെ ഒരു യുദ്ധമായിരിക്കും ഞാനും കടുകും തമ്മിൽ. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒരു മനക്കണക്കാണ്. അങ്ങനെ കുറച്ച് നേരം ഇളക്കി ഞാൻ മടുക്കുമ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇടും. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ കുറച്ച് നേരം വഴറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നാട്ടിൽ നിന്ന് ഞാൻ പ്രത്യേകം തയ്യാറാക്കി കൊണ്ടുവന്ന ഫിഷ് കറി മസാലയുണ്ട്. ഈ മസാല ഇട്ടിട്ട് നമ്മളിതിൻ്റെ രുചി സെറ്റ് ചെയ്യും. ആക്ച്വലി ഈ മസാലയാണ് നല്ല ഇരിക്കുന്നത്. ഈ മസാല ഇല്ലാത്തവർക്ക് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ രുചി കിട്ടാൻ ചാൻസ് കുറവ് കേട്ടോ. അപ്പോൾ എന്നെ കുറ്റം പറ്റും പറയല്ലേ. ഇത് നാട്ടിൽ നിന്നും നമ്മൾ കട്ടപ്പനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനമാണ്. വഴറ്റി സെറ്റാക്കി എടുത്ത് കഴിയുമ്പോൾ ട്യൂണ ഇടും. അതോടുകൂടി നമ്മൾ കറി റെഡിയാവും. അപ്പോൾ സക്സസ്ഫുള്ളി നമ്മളൊരു ട്യൂണക്കറി വെച്ചിട്ടുണ്ട്. ശരിക്കും ഈ ഒരു കറിയാണ് ചോറിൻ്റെ കൂടെ വായിൽ വെക്കാൻ കൊള്ളാവുന്ന രീതിയിൽ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പഠിച്ചൊരു കറി. ഇങ്ങനെയാണ് എന്നെപ്പോലുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇവിടെ സർവൈവ് ചെയ്യുന്നത്. നാട്ടിൽ നിന്ന് വന്നപ്പം ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിയത്തുണ്ടായിരുന്നില്ല. ഇത് പഠിച്ചു. അതിനുശേഷം ചിക്കൻ കറി വെക്കാൻ പഠിച്ചു. അങ്ങനെ ഇപ്പോൾ കുറച്ച് കറികളൊക്കെ വെക്കാനൊക്കെ അറിയാം. ചോറ് വെക്കും. അപ്പം നാട്ടിലെ ഒരു ഫുഡ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത്. ഒരു റീലെടുക്കാനുള്ള കഷ്ടപ്പാടി റീലെടുക്കാൻ വേണ്ടി മാത്രം കിച്ചൺ